ഗുഡ് മോർണിംഗ് ഒരു പ്രേസ്കാർ. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിൻ സത്യത്തിലും ആരാധിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം വരുന്നെന്നും ഇപ്പോൾ തന്നെ ആയിട്ടുണ്ടെന്നും അല്ലെ, അങ്ങനെയുള്ളവരെയാണ് ദൈവം സീക്ക് എന്നുമാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തികളെ നമ്മൾ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കണം. ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണമെങ്കിൽ സത്യം അറിയണം നമ്മൾ, അല്ലെ. അപ്പൊ സത്യം അറിയുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ ദൈവത്തോടുള്ള ആരാധന അത് തന്നെയാണ് ദൈവത്തിലുള്ള യേശു ക്രിസ്തു നമ്മുടെ ജീവിതവും സത്യത്തിന് അനുസരിച്ചായിരിക്കും. ബ്ലൈൻഡായിട്ട് വെറുതെ ദൈവത്തെ ആരാധിക്കാനോ ബ്ലൈൻഡായിട്ട് നടക്കാനോ ദൈവത്തെ ഫോളോ ചെയ്യാനോ ഒരിക്കൽ പോലും ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല, അല്ലെ. നമ്മൾ തന്നെ യേശു ക്രിസ്തുവിനെ റിവീൽ ചെയ്ത് തരുവാണ് പിതാവ് ചെയ്തിരിക്കുന്നത്. തൻ്റെ പുത്രനെ റിവീൽ ചെയ്ത് തന്നിരിക്കുകയാണ് നമുക്ക്. ഇനിയും നമ്മൾ യേശുവിൽ വളരണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. കാരണം നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം, അല്ലെ. അപ്പൊ നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് നമുക്കൊന്നും അറിയത്തില്ലാതെ വെറുതെ ഫോളോ ചെയ്യുകയാണ് നമുക്ക് എങ്ങനെ വളരാൻ പറ്റും യേശു ക്രിസ്തുവിൽ? അപ്പൊ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല, പക്ഷെ പുത്രനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം നമ്മളെ പറ്റിയുള്ളൂ. അപ്പോൾ നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിന് ജീവനുണ്ട് കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലും ജീവൻ വരുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. സംസാരിക്കണം എന്ന് അപേക്ഷിച്ച് ഗോഡ് ടീച്ചർ എന്ന് അപേക്ഷിക്കും നാമത്തിന് ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് ഇപ്പോൾ 4-ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്, അല്ലെ. ഇത് ഈ സമരിയക്കാരിയായ സ്ത്രീ, അവരുടെ ഉള്ളിൽ സത്യമുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത കാര്യങ്ങൾ അവരുടെ പാസ്റ്റ് ശരിയായിട്ടുള്ളതായിരുന്നില്ല. പക്ഷെ എന്നാലും താൻ ചെയ്ത കുറ്റമായിട്ട് തന്നെ സ്വീകരിക്കാൻ മനസ്സുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് സത്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അല്ലെ. അപ്പോ അവരുമായിട്ട് നടത്തുന്ന യേശുക്രിസ്തു നടത്തുന്ന കോൺവെർസേഷന്റെ പാട്ടാണിത്. 19-ാമത്തെ വാക്കുതൊട്ട് 26-ാമത്തെ വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ 4:19-26 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന: സ്ത്രീ അവരോട്, യജമാനൻ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമില്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കും, ഞങ്ങളോ അറിയുന്നതിന് നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിന്റെ ആത്മാവിൻ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. അപ്പോ സമരിറ്റൻസിനെ പറ്റിയുള്ള കാര്യം നമുക്കറിയാം. അവര് പ്യുവർ ബ്രീഡ് അല്ലല്ലോ. ഇസ്രയേലിലും ഇപ്പൊ ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായിട്ട് പകുത്തു കഴിഞ്ഞപ്പോൾ നോർത്തേൺ കിങ്ഡം സദേൺ കിങ്ഡമായിട്ട് തീർന്നു. നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ 10 ട്രൈബുകൾ കൂടിയത് അവിടെ അല്ലെ അസേറിയൻസ് ഒക്കെ വന്ന് ഇൻവേഡ് ഒക്കെ ചെയ്ത് ഇന്റർമാരി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പ്യുവർ ആയിട്ടുള്ള ബ്രീഡൊന്നുമല്ല, ജൂതന്മാരല്ല. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീക്ക് തന്നെ അറിയാലോ, ഇങ്ങനെ പറഞ്ഞുള്ള മസിയ വരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അപ്പൊ ഈ സ്ത്രീ എന്ന് എന്താ മെസ്സിയ ആണോ എന്ന് വന്ന് ചോദിക്കുന്നു, അല്ലെ. ഇങ്ങനെ മെസ്സിയ ആണെന്ന് ചോദിക്കുമല്ല, ഈ സ്ത്രീ ചെന്നിട്ട് അവളുടെ വില്ലേജ് ചെന്നിട്ട് വന്ന് നോക്ക്, ഒരാള് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാം പറയുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ വരുവാ കാണാൻ വേണ്ടി. മെസ്സിയാണോ ഇനി ഇന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ കാണാൻ വേണ്ടി വരുവാണ്. ആളാരാണെന്ന് അറിയാൻ വേണ്ടി വരുവാണ്. അപ്പൊ അവരെ ഉള്ളിന്റെ ഉള്ളില് മെസ്സിയ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാം, അല്ലെ. അപ്പൊ കുറെ സത്യങ്ങൾ അവർക്കറിയാം. അപ്പൊ കംപ്ലീറ്റ്ലി അവര് ദൈവത്തിൽ നിന്ന് അകലത്തിലല്ല, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെ, എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയാകുമ്പോ അവർക്ക് സ്വീകരിക്കാനുള്ള മനസ്സുമുണ്ട്, അല്ലെ. യൂതന്മാരുടെ ഇടയിൽ, പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ ഇടയിൽ യേശുക്രിസ്തു സ്വീകരിക്കാനുള്ള മനസ്സുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് സമരിയക്കാരെ പറ്റി ജൂതന്മാര് പറയുന്നത് എന്താ പറയുക, ശരിയായിട്ടുള്ള ആളുകളല്ലെന്നും, അല്ലെ, അവർക്ക് എന്താ പറയുന്നത്, സമരിയക്കാരാണ് എന്ന് പറയുമ്പോൾ യേശുവിനെ പോലും അവര് നീ ഒരു സമരിയക്കാരനാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ അവര് പറയുന്നത് വെച്ചാല് അവര് പ്യുവറായിട്ടുള്ള ജൂതന്മാര് അല്ല എന്നുള്ള രീതിയിൽ കളിയാക്കി പറയുന്നതാണ്. അല്ല, നീ ഒരു സമരിയക്കാരനാണ്
എന്താ പറയാ, അപ്പൊ അത്രയ്ക്ക് താഴ്ന്നാണ് എന്താ പറയുന്നത്, ശമര്യക്കാരുടെ സ്ഥാനം ഈ ജെറുസലേമിലുള്ള ജൂഡയിലുള്ള ജൂതന്മാരുടെ കണ്ണില്. പക്ഷെ ആ ജൂതന്മാര് എന്താ പറയുക, അവർക്ക് വലിയ അറിവൊക്കെ ഉണ്ട്, തോറയിലും പെന്തക്കോസ്തിലൊക്കെ വലിയ അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും കൂടെ യേശുവിനെ ആരാണെന്ന് മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല. പക്ഷെ ഇവിടെ സഭയിലുള്ള ആൾക്കാർ അങ്ങനെയായിരുന്നില്ല. അവർക്ക് താല്പര്യമായിരുന്നു യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ യേശു അവളോട് പറയുന്ന എന്താ പറയാ, ഈ നമസ്കാരത്തെ പറ്റി, എന്താ പറയുക, വർഷിപ്പിനെ പറ്റി പറയുന്നു. ആ സ്ത്രീ പറഞ്ഞു, എന്താ പറയാ, ഇവിടെയല്ല ശരിക്കും പറഞ്ഞാൽ വർഷിപ്പ് ചെയ്യേണ്ട, ജെറുസലേമിലാണെന്ന് പറയുന്നു അല്ലെ, നിങ്ങൾ ജൂതന്മാർ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ യേശു പറഞ്ഞു അവിടെ ജെറുസലേമിലും അല്ല, എന്താ പറയുക, സമരയിലൊന്നും അല്ല വർഷിപ്പ് ചെയ്യുന്നത് അല്ലെ. ഇനി പിതാവിനെ നമസ്കരിക്കുന്ന ആൾക്കാര് എവിടെ വരുന്ന വേണമെങ്കിലും വർഷിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ സത്യത്തിലും ആത്മാവിലും വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കണം അല്ലെ. അങ്ങനെയുള്ള ആളുകൾ, അതിനുള്ള സമയം വരുന്നു, ഇപ്പൊ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്, സത്യത്തിലും ആത്മാവിലും എന്താ പറയുക, നമസ്കരിക്കുന്നവർ, വർഷിപ്പ് ചെയ്യുന്നവർ. അപ്പൊ ഇവിടെ സ്ത്രീയോട് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത് 22ാമത്തെ വാക്ക്, നിങ്ങൾ അറിയാത്തതിന് നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിന് നമസ്കരിക്കുന്നു. അപ്പൊ അവിടെ ജൂതന്മാരെ പറ്റിയും സമര്യക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും സമര്യക്കാർക്ക് എന്താ പറയുക, കൃത്യമായിട്ടുള്ള അറിവ് ഇല്ല എങ്കിൽ പോലും ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോറയുണ്ട്, അവരുടെ കയ്യില് പ്രോഫറ്റുമാരുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചെങ്കിലും അറിവുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് പോലും. പക്ഷെ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത് പൊതുവെ എടുക്കുവാണെങ്കിൽ നമ്മൾ പലരും പറ്റിയും തന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സത്യം എന്താന്ന് അറിയത്തില്ല അല്ലെ. കുറച്ചൊക്കെ അറിയാം, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ സത്യം അറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവെന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവിനെ പറ്റിയാണ്. സ്പിരിറ്റ്, ഹോൾ സ്പിരിറ്റ് ഗോഡിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം ആത്മാവാണെന്ന് പറയുന്നിടത്ത് അത് എന്താ പറയുന്നത്, 24ാമത്തെ വാക്കില് ദൈവം ആത്മാവാണെന്ന് പറയുന്നത് ഹോൾ സ്പിരിറ്റ് ഗോഡിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. പക്ഷെ അവര് നമസ്കരിക്കുന്ന ഒരു ആത്മാവും സത്യത്തിൽ നമസ്കരിക്കുമെന്ന് പറയുന്ന ആ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് ഹോൾ സ്പിരിറ്റ് ഗോഡിലും സത്യത്തിലും നമസ്കരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റിലും സത്യത്തിലും നമ്മുടെ സ്പിരിറ്റിൽ നിന്നും നമ്മൾ നമസ്കരിക്കണം, നമ്മൾ വർഷിപ്പ് ചെയ്യണം, നമ്മൾ സത്യത്തിൽ നിന്നും വർഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സത്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മുടെ വർഷിപ്പ് അത് കംപ്ലീറ്റ് ആകത്തില്ല അല്ലെ. കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം, ദൈവത്തെ അറിയുന്ന വ്യക്തികളായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിട്ട് കാര്യമില്ല, വെറുതെ ചർച്ചിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ യേശുവിനെ പോലെ ആയിത്തീരുക, അതിനുവേണ്ടി നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിവുള്ളവർ ആയിരിക്കണം, യേശുവിനെ പറ്റി അറിവുള്ളവരായിരിക്കണം, യേശുവിനെ അറിയുന്ന വ്യക്തികളായിരിക്കണം, സത്യം നമ്മുടെ ഉള്ളിലുള്ള വ്യക്തികളായിരിക്കണം. അപ്പോൾ നമ്മളുടെ നടപ്പ്, യേശുവിലുള്ള നടപ്പും അത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ പോലെ ആയിരിക്കത്തില്ല. നമ്മൾക്ക് എന്താണ് നമുക്ക് വേണ്ടി നമ്മുടെ പിതാവ് ചെയ്തു തന്നിരിക്കുന്നതിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. പിശാച് അവന്റെ പണിയുമായിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് അത് ബലപ്പോകത്തില്ല. നമ്മൾ കൊളോസ്യരുടെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ അത് 1, 2, 3 വാക്കല്ല, സോറി, ചാപ്റ്റർ 1, 2, 3 ചാപ്റ്ററുകൾ വായിച്ചു നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ് കൊളോസ്യർ. അവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുക, നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. ഇപ്പൊ 1ാമത്തെ ചാപ്റ്റർ 21 തൊട്ട് 23 വരെ വാക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദുഷ്പ്രവർത്തികളെ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുന്നിൽ വിശുദ്ധരും നിഷ്കളനും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജനശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു അല്ലെ. അപ്പൊ നമ്മളെ യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്? ക്രോസ് ഓഫ് കാൽവരി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു സമയത്ത് നമ്മൾ ദുഷ്പ്രവർത്തികളാൽ ദൈവത്തിൽ നിന്ന് അകന്നവര്, ദൈവത്തിന്റെ ശത്രുക്കളുമായിരുന്നു അല്ലെ. ദൈവത്തിന്റെ അടുത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഇല്ലാതിരുന്ന ആൾക്കാര് ദൈവത്തിന്റെ ശത്രുക്കളാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവത്തിന്റെ മുമ്പില് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിർത്തിയിരിക്കുക ചെയ്യുന്നത്. എങ്ങനെ ചെയ്തത്? യേശുക്രിസ്തു തന്റെ രക്തം ക്രോസ് ഓഫ് കാൽവരിയില് ഒഴുക്കിയപ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താ പറയുക, അതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ
ഇല്ലാത്തവരാണ്, നമ്മൾ കുറവില്ലാത്തവരാണ്, നമ്മൾ നിഷ്കളങ്കരാണ്, നമ്മള് എന്താ പറയുക ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധരാണ്. അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസ് അതാ. നേരത്തെ സ്റ്റാറ്റസ് അതായിരുന്നില്ല. നേരത്തെ നമ്മുടെ സ്റ്റാറ്റസ് ദുഷ്ടപ്രവൃത്തികൾ അകന്നു പോയിരുന്ന വ്യക്തികളായിരുന്നു നമ്മള്. ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു നമ്മൾ. ദൈവത്തിൽ നിന്ന് അകന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇന്നത്തെ സ്റ്റാറ്റസ് അതല്ല അല്ലെ. ഇന്ന് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഹോളിയാണ്, നമ്മള് പരിശുദ്ധരാണ്, നമ്മള് ബ്ലെയിംലെസ് ആണ്, അതിൽ നിഷ്കളങ്കരാണ്. ഇന്ന് നമ്മള് എന്താ പറയുക കുറ്റമില്ലാത്തവരാണ് അല്ലെ. എബോ റിപ്രോച്ച് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരു കുറ്റമില്ലാത്തവരാണ് അല്ലെ നമ്മള് എന്ന ദൈവം പറഞ്ഞിരിക്കുക. അതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റാറ്റസ്. അത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അല്ലെ. അപ്പൊ അതൊരു സത്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സേത്തന് കാര്യം അറിയാം, പക്ഷെ ഇത് ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം അറിയാം. സേറ്റന് വേറൊരു കാര്യം കൂടെ അറിയാം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിക്കവാറും നമ്മളിൽപ്പെട്ടവർക്ക് ഈ സത്യം അറിയത്തില്ല എന്നുള്ള കാര്യം അറിയാം അല്ലെ. അപ്പോ ഈ സത്യം അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മള് മിക്കവാറും തന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരുമ്പോ പോകാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു. നമ്മുടെ പാപത്തിന്, പഴയ പാപത്തിന് വേണ്ടിയും ഇനി വരാനിരിക്കുന്ന പാപത്തിന് വേണ്ടിയും കൂടെ ദൈവം യേശുക്രിസ്തു മരിച്ചത്. ഇനി നമ്മള് കൊളോസ്യർ 2 പോകുമ്പം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്ന, എന്താ പറയുക, നമ്മളെ അതിക്രമത്തിലും നിങ്ങളുടെ ജഡത്തിൽ കൊളോസ്യർ 2:13-15 വരെ പറയാം. അതിക്രമത്തിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അല്ലെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടായി അവനെ പരസ്യമായി കാഴ്ചയാക്കി. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിക്രമങ്ങളാൽ മരിച്ച വ്യക്തിയാണ് നമ്മൾ. എഫേസ്യർ ലേഖനത്തിലും 2-ാമത്തെ ചാപ്റ്റർ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ച വ്യക്തികളായിരുന്നു നമ്മൾ അല്ലെ. നമ്മള് ഈ കാലത്തിന്റെ പ്രിൻസ് ആയിട്ടുള്ള പിശാചിനെ താളത്തിന് തുള്ളിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. നമ്മുടെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്നു. യേശുവിന്റെ ഒപ്പം നമ്മളെ എന്താ പറയാ സ്വർഗത്തിന്റെ ലംസിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇവിടെ അതിക്രമങ്ങൾ മരിച്ചു വരുന്ന നമ്മൾക്കെതിരായിട്ടുള്ള സകല കയ്യെഴുത്തിനും മായ്ച്ചുകൊണ്ട് അതിനെ ക്രൂശിൽ തറച്ചുകൊണ്ട് പിതാവ് നമ്മളെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുക, ഇവൻ ഹോളിയ, ഇവന്റെ സകല പാവത്തെ ഞാൻ എന്റെ മകനെ ഞാൻ ക്രൂസിഫൈ ചെയ്ത സമയത്ത് അത് അവിടെ ആ ക്രോസില് ഈ വ്യക്തിയുടെ സകല പാപത്തെ ഞാൻ ക്രൂശിക്കുക അല്ലെ. ഞാൻ അതിനെ എന്താ പറയുക ആണി കൊണ്ട് തറയ്ക്കുവാണ്. അത് ഇപ്പൊ ഈ വ്യക്തി എന്റെ മുമ്പിൽ പരിശുദ്ധനായിരിക്കുന്നു എന്നല്ല, ഞാൻ എന്റെ മകന്റെ രക്തം കൊണ്ട് അവനെ വാഷ് ചെയ്തിരിക്കുന്നു, ഇവൻ പരിശുദ്ധനായിരിക്കുന്നു, നിർമ്മലനായിരിക്കുന്നു, അവന്റെ എന്താ പറയണേ, ഇനി ആർക്കും അവനെ അക്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അവനിലൊരു കുറ്റമില്ല, ഞാനൊരു കുറ്റം കണ്ടെത്തുന്നില്ല. അവന്റെ സകല പാപത്തെ ഞാൻ ക്രോസ് ഓഫ് കാൽവരിയിൽ ആണി കൊണ്ട് അടിച്ചിരിക്കുക എന്റെ പുത്രനോട് ഒപ്പം അല്ലെ. അത് തന്നെയല്ല ചെയ്തിരിക്കുന്ന. വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗത്തെയും വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുകയും ചെയ്തിരിക്കുന്നത് അല്ലെ. ദൈവം പിതാവ് തന്റെ പുത്രൻ വഴി നമ്മളെ പരിശുദ്ധരാക്കിയിരിക്കുന്നു, ദൈവത്തിന് സ്വീകാര്യരായിരിക്കുന്നു. നമ്മുടെ സകല പാപങ്ങളെ കുറ്റങ്ങളെല്ലാം ക്രോസ് ഓഫ് കാൽവരിയിൽ ആണിവെച്ച് അടിച്ച് തറച്ച് അല്ലെ, അതെല്ലാം കയ്യെഴുത്ത് എല്ലാത്തിനും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നമ്മൾ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് പരിശുദ്ധരാണ്. ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ പരിശുദ്ധരാണ്. നമ്മൾ പാപികളല്ല, നമ്മൾ പരിശുദ്ധരാണ് അല്ലെ. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന പരിശുദ്ധരായിട്ടുള്ള വ്യക്തികളാണ്. പിശാചിനെ ക്രോസ് ഓഫ് കാൽവരിയിൽ യേശുക്രിസ്തു എന്താ പറയാ പരസ്യ കാഴ്ചയാക്കി മാറ്റിയതാണ്. അവൻ തോൽപ്പിച്ചതാണ്. ഇന്നും അവൻ പിതാവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മളെ എന്താ പറയുക കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ സ്റ്റാറ്റസ് എന്താന്ന് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾ വീണു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പിതാവ് നമ്മളെ കാണുന്ന ഇങ്ങനെയാ അല്ലെ. ഗലാത്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിനാൽ നമ്മള് ധരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, നമ്മൾ ധരിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ അല്ലെ, വസ്ത്രം പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ യേശുക്രിസ്തു ഫോം ചെയ്തിരിക്കുന്നു, യേശുക്രിസ്തു ജീവിക്കുന്നു വിശ്വാസം കൊണ്ട് അല്ലെ. എഫേസ്യർ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്താൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അല്ലെ. അപ്പൊ ഗലാത്യർ 3-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു നമ്മൾ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിന്റെ അകത്തും പുറത്തും യേശുക്രിസ്തു നമ്മൾ പരിശുദ്ധരാണ്. അതുകൊണ്ട് പിതാവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരിശുദ്ധരെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം, ഉള്ളിലും യേശുക്രിസ്തു പുറത്തും യേശുക്രിസ്തു ഉള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ പരിശുദ്ധരാണ് അല്ലെ. ഈ പിശാചും നമ്മുടെ വലഭാഗത്തല്ല, പിശാച് ദൈവത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കുറ്റം പറയുമ്പോ യേശുക്രിസ്തു
പറയും, പിതാവെ നോക്ക്, ഞാൻ ക്രോസ് ഓഫ് കാൽവരി ഇവർക്ക് വേണ്ടി മരിച്ചതാ അല്ലെ, ഇതിലെല്ലാത്തിനും ഇയാൾ ഈ പറയുന്ന സകലത്തിന് ഈ എന്റെ മക്കളെ പറ്റി കുറ്റം പറയുന്നതല്ല, ഞാൻ ഇതിന് പരിഹാരം കണ്ടതാണ് അല്ലെ. അതാണ് നമ്മുടെ സ്റ്റാറ്റസ് അല്ലെ. നമ്മൾ പരിശുദ്ധരാണ്, ദൈവത്തിന് സ്വീകാര്യമാണ്, ഒരു കുറ്റവും കുറവുമില്ലാത്ത വ്യക്തികളാണ് ദൈവത്തിന്റെ കണ്ണിൽ അല്ലെ. അതാണ് നമ്മളുടെ സ്റ്റാറ്റസ്. അങ്ങനെയാവുമ്പോ ദൈവത്തിന്റെ എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനും പാത്രങ്ങളായിരിക്കുന്ന വ്യക്തികളാണ് യേശുവിന്റെ ഒപ്പം. നമ്മള് എന്താ പറയാ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ് യേശുവിന്റെ ഒപ്പം നമ്മള് ഹെവൻലി റിലംസിൽ ഇരിക്കുന്ന വ്യക്തികൾ. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന സ്പിരിറ്റ് മാനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ കാണൽ നേച്ചർ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റിയല്ല പറഞ്ഞത്, നമ്മുടെ പഴയ വ്യക്തിനെ പറ്റിയല്ല പറഞ്ഞത്, നമ്മുടെ മനസ്സിനെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ സോളിനെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ സ്പിരിറ്റിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മളുടെ സ്പിരിറ്റ് പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന നമ്മളുടെ സ്പിരിറ്റ് ദൈവത്തിന്റെ സ്വഭാവത്തിലാണ് ഉള്ളത്. നമ്മള് എന്താ പറയാ, ആ സ്പിരിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മള് ബ്ലെയിംലെസ് ആണ്, നമ്മള് എന്താ പറയുക, എബോ റിപ്രോച്ച് ആണ്, നമുക്ക് എന്താ പറയുക, ഹോളിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ അതാണ് നമ്മളുടെ സ്റ്റാറ്റസ് ദൈവത്തിന് മുമ്പിൽ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മളുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പ് വ്യത്യാസമായിരിക്കും, ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ നമ്മൾ വ്യത്യാസമായിരിക്കും. ഇതുപോലെ തന്നെ 2-ാമത്തെ ചാപ്റ്റർ 9-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ഫുൾനെസ് അല്ലെ, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഏകരൂപമായി ഉള്ളത് യേശുക്രിസ്തുവിന്റെ സകല സമ്പൂർണതയും യേശുവിലുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം നമുക്കറിയാം ജോണിന്റെ 15-ലും യോഹന്നാന്റെ സുവിശേഷം 15-ലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ യേശുവിലും യേശു നമ്മളിലുമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ദൈവം അങ്ങനെയാണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട്, നമ്മൾ യേശുവിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ഉള്ളിൽ യേശു ഉള്ളപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സമ്പൂർണത യേശുവിലുണ്ടെന്ന് പറയുമ്പോ യേശു നമ്മുടെ ഉള്ളിലുള്ളത് വഴി നമ്മളിലും ദൈവത്തിന്റെ സമ്പൂർണത വരിക ചെയ്യുന്നത് അല്ലെ. ദൈവത്തിന്റെ സ്നേഹം വഴി നമ്മുടെ ഉള്ളിൽ സമ്പൂർണത വരിക ചെയ്യുന്നത്. അപ്പൊ എഫേസ്യർ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ അത് തന്നെ പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തിന്റെ സമ്പൂർണ്ണം നമ്മുടെ ഉള്ളിലുണ്ട്, യേശു നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ. നമ്മൾ ഒരിക്കൽ മരിച്ചു പോയിരുന്നവരായിരുന്നവര്, നമ്മുടെ ആത്മാവ് മരിച്ചിരുന്നവരായിരുന്നവര് നമുക്കിന്ന് ജീവൻ തന്നിട്ട് ദൈവത്തിന്റെ സമ്പൂർണതയും ദൈവവും തന്നെ നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുക. അപ്പൊ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സ്വീകാര്യരാക്കിയിരിക്കുക ദൈവം അല്ലെ. അപ്പൊ നമ്മളുടെ സകല റിപ്പോർട്ടുകളും ക്രോസ് ഓഫ് കാൽവരിയില് അത് ദൈവം ആണിയടിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളുടെ ജീവിതം, അതാണ് നമ്മൾ. നമ്മൾ അറിയുമ്പോ ദൈവത്തെ വാഴ്ത്തുന്നതും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ ദൈവത്തോടൊപ്പം നടപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സത്യം അറിയണം, നിങ്ങൾ സത്യം അറിഞ്ഞാലേ ഉള്ളൂ സത്യം നിങ്ങളെ ലിബറേറ്റ് ചെയ്യും, സത്യം നിങ്ങളെ ഫ്രീ ആക്കും അല്ലെ. അപ്പോ സ്പിരിറ്റിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോ സത്യം അറിയത്തില്ല, പിന്നെ എങ്ങനെ നമ്മൾ എന്നാ സത്യം എന്നുമ്പോൾ നമ്മൾ ആരാധിക്കാൻ പോകുന്ന ദൈവത്തെ അല്ലെ. അപ്പൊ സത്യം അറിയുന്ന വ്യക്തികളായിരിക്കും, സത്യം അന്വേഷിക്കുന്നവരായിരിക്കും, സത്യം അറിയുന്ന വ്യക്തികളായിരിക്കും. ആ സത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കണം ദൈവത്തെ അല്ലെ. യേശുക്രിസ്തുവിനെ പോലെ ഓരോ ദിവസം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ എന്താ പറയാ, വെറുതെ ഒരു ചർച്ചിൽ പോയി 2 പാട്ടും പാടി നടക്കുന്ന വെറുതെ ഉള്ള വ്യക്തികളല്ല നമ്മൾ മനസ്സിലാക്കി. യേശുവിനെ പോലെ നമ്മളെ ഓരോ ദിവസം ആക്കിക്കൊണ്ടിരിക്കുക. യേശുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ. യേശുവിൽ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം, യേശുവിലായിരിക്കും നമ്മൾ. കൊളോസ്യർക്ക് ലേഖനം 2-ാമത്തെ ചാപ്റ്ററിന് 6-7 വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്, യേശുവിൽ നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തികളാകുമ്പോൾ നമ്മൾ അവനിലായിരിക്കും, അവനിൽ നടക്കുന്നവരായിരിക്കും, അവനിൽ ജീവിക്കുന്നവരായിരിക്കും അല്ലെ. അവനിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും, ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, ഫെയ്ത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം, പിന്നെ താങ്ക്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അതാണ് യേശുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് ഇതെല്ലാം പറയുന്നത് അല്ലെ. അപ്പൊ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കുക. നമ്മൾ യേശുവിലായിരിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ അടുത്തേക്ക് അടുക്കും തോറും ഹോളി സ്പിരിറ്റ് ഗോഡ് സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, സത്യം വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് സത്യത്തെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അല്ലെ. സത്യത്തിനനുസരിച്ച് ദൈവത്തെ വാഴ്ത്താനും സാധിക്കും. നമ്മൾ അറിയാതെ വാഴ്ത്തുന്നവരായിരിക്കരുത്. എന്താ പറയുക, സമരക്കാരെ പറ്റി ദൈവം പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്തതിനെ നിങ്ങൾ എന്താ പറയുക നമിക്കുന്നു, വാഴ്ത്തുന്നു. എന്താ പറയുക, ഞങ്ങൾക്ക് അറിയാം അല്ലെ, ഞങ്ങൾ എന്തിനെയാണ് വർഷിപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയാം എന്ന് പറഞ്ഞല്ലോ. 22-ാമത്തെ വാക്യം, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കും, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു അല്ലെ. അറിയുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് അറിയാതിരുന്നിട്ട് എന്ത് കാര്യം, നമുക്ക് വളരണം, യേശുവിൽ വളരണം, യേശുവിനെ പോലെ ആയിത്തീരണം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തകട്ട സമയത്ത് നന്ദി പറയുന്നു. അങ്ങനെ അറിയുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കത്തോളോട്ട്, അപ്പൊ അത് അറിയാത്ത വ്യക്തികളാകാതിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് അറിയണം, അങ്ങേക്ക് ഒപ്പമായിരിക്കണം കർത്താവെ, അങ്ങനെ പോലെ ആയിത്തീരണം കർത്താവെ. അങ്ങയുടെ ഫുൾനെസ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ലോകത്തിന് പ്രകാശമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രകാശമായിരിക്കണം യേശുവിൻ നാമത്തിൽ.
ഇത് കേട്ടെന്ന് ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.